എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 SSLC മെയിൻ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കമ്പൈലർ, അസിസ്റ്റൻറ്റ് കമ്പൈലർ എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് 160ഓളം GK ക്വസ്റ്റ്യൻസ് പേപ്പറും 100ഓളം മറ്റേ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസും കിട്ടും. അത് നോക്കി പഠിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേ ഹാവ് കട്ട് ഓൾ ടെലിഫോൺ വയേഴ്സ്. ദ പാസീവ് വോയിസ് ഓഫ് ദ എബവ് സെൻറ്റൻസ് ഈസ്. എന്താണ് പാസീവ് വോയിസ് വരിക? ഓൾ ടെലിഫോൺ വയേഴ്സ് ഹാവ് ബീൻ കട്ട്. അപ്പോൾ ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇഡിയം എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ മീൻസ്. എന്താണ്? എ സഡൻ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് ഓർ ന്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബിൽഡിംഗ് ഈസ് ഡാഷ് ദ റിവർ. ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. The building is beside the river. The angry passengers held up the bus. The meaning of the phrasal verb held up is. Answer D. The angry passengers stopped the bus by threats. Next question. The principal along with his staff dash going on a tour. Fill in the blank with the appropriate verb. The principal along with his staff is going on a tour. Next question. She is dash university player. Choose the correct article to fill in the blank. ഏതാണ് ആൻസർ വരിക? എ ആണ് അല്ലേ? എങ്ങനെയാണ്? യു എന്നുള്ളത് വന്നാലും നമ്മൾ പ്രൊനൗൺസ് ചെയ്യണത് എന്താണ്? യൂണിവേഴ്സിറ്റി എന്നാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് എ ആണ് അവിടെ വെക്കുക. ഷീ ഈസ് എ യൂണിവേഴ്സിറ്റി പ്ലെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു ഡാഷ് വിത്ത് മീ ഐ വുഡ് ഷോ യു ദ ഹൗസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വേർഡ്. ആൻസർ സി ആണ്. ഇഫ് യു കെയിം വിത്ത് മീ ഐ വുഡ് ഷോ യു ദ ഹൗസ്. ദ സിനോണിം ഓഫ് മസ്റ്റർ ഈസ്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? അർത്ഥമാണ് കേട്ടോ. മസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്യാദർ. എ പ്ലേസ് വേർ വൈൽഡ് ആനിമൽസ് ലിവ്. ആൻസർ എന്താ വരിക? ലെയർ. LAIR. Next question. The antonym of impulsive is. Answer C. Cautious. ആന്റണിം എന്ന് പറഞ്ഞാൽ വിപരീതമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മലയാളമാണ്. ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഹാർദവം എന്നുള്ളത് ഹാർദവമാണോ ഹാർദമാണോ ശരിയായിട്ടുള്ളത്? ആൻസർ എന്താണ്? ഹാർദം ആണ് അല്ലേ? ഹാർദവമല്ല, ഹാർദം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റപ്പദം എഴുതുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികൻ. ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വല്ലകി എന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക. വല്ലകി എന്താണ്? വീണ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ഷയം വിപരീതം പദം. ക്ഷയം വിപരീതം വൃദ്ധി. ധനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? അർത്ഥം ധനം. ചേർത്തെഴുതുക. തൺ പ്ലസ് താർ. തൺ പ്ലസ് താർ തണ്ടാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്ത്രീലിംഗ പദം എഴുതുക. കവി. ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്, അത് കാരണം നിങ്ങൾ നോക്കി പഠിക്കണം. കവയിത്രിയാണ്. സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ ബഹുവചനം.
ബ്രാഹ്മണൻ എന്ന വാക്കിന്റെ ബഹുവചനം എന്താണ്? ബ്രാഹ്മണർ. പിരിച്ചെഴുതുക അവൻ. അവൻ എങ്ങനെ പിരിച്ചെഴുതുക? ആ പ്ലസ് അൻ, അവൻ. ടു ഗ്രീസ് ദ പാം, ശരിയായ വിവർത്തനം ഏത്? ടു ഗ്രീസ് ദ പാം എന്ന് പറഞ്ഞാൽ കൈക്കൂലി കൊടുക്കുക. ആൻസർ ബി ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.